വെൽക്കം ടു നെതർലാൻഡ്സിൽ ഒരു മലയാളി കപ്പിൾ. നമ്മൾ ഇന്ന് പോകാൻ പോകുന്നത് നോർത്തേൺ നെതർലാൻഡ്സിലെ ഏറ്റവും ടോളസ്റ്റ് ചർച്ച് ടവർ ആയിട്ടുള്ള മാർട്ടിനി ടോറന്റിലേക്കാണ്. ഞങ്ങളിതാ പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഫുട്ബോൾ ക്ലബ് ഉണ്ടല്ലോ. സുന്ദരി ഹലോ. ബൈ പറയുന്നതിന് ബൈക്കും കണ്ടോ, അത് കറക്റ്റാ. നമ്മള് പറയുമ്പോ ഡാ പപ്പാന്നായി പോകും. ഇനി പറ ഫ്രോണിങ്. നമ്മൾ ശരിക്കും പറയാം, നിങ്ങളെക്കാട്ട് ശരിക്കും പേര് പറയുന്നത്. ഫ്രോൻ. ഇതെന്ത് കളറാ? അറിയാം കുട്ടിക്കെല്ലാം. എത്ര അടിപൊളി ഡ്രസ് ഇട്ട് റെഡി ആയിട്ടുണ്ടെങ്കിലും അവസാനം ആ ജാക്കറ്റ് ഇടുമ്പോഴത്തേക്കും എല്ലാം അങ്ങ് പോയി കിട്ടും. ഇവിടെ നല്ല വിളിക്കുന്നുണ്ട്. അമ്മണിയില്ല, ഷാംബ്രോ ഇല്ല. അപ്പം ഞങ്ങളിപ്പോൾ മാർട്ടിനി ടോറൻ്റെ അടുത്തെത്തി. ഇനി ടിക്കറ്റ് എടുക്കണം, കയറണം. അതാണ് വലിയൊരു ടാസ്ക്. ഹായ് ഗൈസ്, ഞാൻ പുതിയ പോവാ. വിശക്കുന്നു ഗൈസ്. എനിക്ക് ഗൈസ് ഒരു ചോക്ലേറ്റ് കഴിച്ചിട്ട് ഹോട്ട് ചോക്ലേറ്റ് കഴിക്കാൻ പോയല്ലോ ഗൈസ്. ഇപ്പോൾ ഒരു കുട്ടി വ്ളോഗറിനെ കണ്ടില്ലേ, അതാണ് അമ്മിണി. അപ്പോൾ നമ്മുടെ കൂടെ ശ്രീകലയും ഷാംബ്രോയും അമ്മിണിയും ഉണ്ട്. അവളും കൂടെയാണ് ഇതിൻ്റെ മേളിൽ കയറാൻ പോകുന്നത്. എനിക്ക് തോന്നുന്നു ഏകദേശം 260ഓളം സ്റ്റെപ്സ് കയറിയിട്ട് വേണം അതിൻ്റെ മേളിലെത്താൻ. €6 എന്തോ ആണ് ടിക്കറ്റിന് വരുന്നത്. So as we discussed, ശ്യാം പിന്നെയും കയറുകയാണ് ഈ ഗുഹേൻ്റെ അകത്തിൽ കൂടെ കയറുകയാണ്. ഈ ഗുഹേൻ്റെ അകത്തിൽ കൂടെ കയറുന്ന അമ്മിനിയെ നിങ്ങൾ കാണുന്നുണ്ടോ ഗൈസ്? ഹായ് പറഞ്ഞ അമ്മണി. ഹായ്. It's easy മാറോ. Is it? Yeah, it's easy for അമ്മണി. ഇത് കുത്തനെ സ്റ്റെയറാണ് ഗൈസ്, കണ്ടോ? ഇവിടെ വീടുകളിലും ഇത് തന്നെയാണ് ഗൈസ്. ചിടു മാർട്ടിനി ടവറിന്റെ അകത്തിൽ കൂടെ കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇൻഫോ ബ്ലോഗ്സിന്റെ ബാക്ക് ബോണായ ശ്യാം ഉണ്ട്. സ്വന്തമായ ഒരു ബാക്ക് ബോണില്ല. എല്ലാ ദിവസവും സൂക്ഷിച്ച് ഉരുണ്ട് വീണ 500 സ്റ്റെപ്പിന് ഉരുണ്ട് പോകും. തല നോക്കണേ. മേലെത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് സിറ്റി മൊത്തം, ഗ്രോണിംഗൻ സിറ്റി മൊത്തം കാണാൻ പറ്റും. അടിപൊളി വ്യൂ ആയിരിക്കും. പക്ഷേ ഈ കയറി എത്തുക എന്നുള്ളതൊരു ചടങ്ങ് തന്നെയായിരുന്നു. ഭയങ്കര നാരോ സ്റ്റെപ്സാണ്. നമ്മൾ ഫസ്റ്റ് ലെവലിൽ എത്തിയിട്ടുള്ളൂ. ആണോ? അതെന്താന്നറിയില്ല. ഈ കയറി പിടിച്ച് വലിച്ചിട്ടുണ്ടെങ്കിൽ മേളിൽ ബെല്ലടിക്കും. ആ ശബ്ദം ഈ സിറ്റി മൊത്തം കേൾക്കാൻ പറ്റും. അത്രയ്ക്ക് ശബ്ദത്തിലാണ് ബെല്ലടിക്കുക. ഇത് കണ്ടോ? സംഭവം പോലെ ഉണ്ട്. ഇതിനൊന്നും വരുന്നില്ല. അവളത് കുറെ പറിച്ചു നോക്കി. പ്രഷർ വേണം. 13ാം നൂറ്റാണ്ടിലാണ് ഇത് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ആ സമയത്ത് ഇതിൻ്റെ ഒരു സ്മോളർ വേർഷനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നീട് ഒരുപാട് ഡിസാസ്റ്റേഴ്സിന് ശേഷം ഇതിനെ റീബിൽഡ് ചെയ്തിട്ടാണ് ഇത്രയും ഹൈറ്റുള്ള 96.8 മീറ്റേഴ്സ് ഹൈറ്റ് ഇപ്പോൾ ഇതിന്. ഈ ഒരു ചർച്ച് ടവർ കംപ്ലീറ്റ് ആയത് 1627 കയ്യൊന്നും ഇടയ്ക്ക് വെക്കരുത് കേട്ടോ. ഇല്ല, അവള് പിടിക്കുന്നില്ല. അത്ര ഈസി ആയിട്ട് നമുക്ക് പോയിട്ട് വലിച്ചങ്ങ് ബെല്ലടിയില്ല. നല്ല ബലത്തിൽ വലിച്ച് കുറച്ച് കഷ്ടപ്പെട്ടാലേ ബെല്ലടിയുള്ളൂ. അപ്പം ഏട്ടൻ എങ്ങനെയൊക്കെയോ ബെല്ലടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ അതിന് ശ്രമിച്ചു പോലുമില്ല. നമ്മളെന്തായാലും ഇവിടെ വരെ പോകത്തില്ല. എന്തായാലും ഏറ്റവും മുകളിൽ വരെ പോകത്തില്ല. ബെല്ല്, ആ ഒരു ബെല്ലിന്റെ വെയിറ്റ് വന്ന് 8000 കിലോ ആണ്. എങ്ങനെ മുകളിൽ കയറ്റുക? ഒറ്റ ബെല്ല് 8000 കിലോസ്.
കുറച്ച് നമ്മൾ കയറി കഴിയുമ്പം ഒരു റെസ്റ്റ് എടുക്കാൻ പോലെ ഒരു സ്പേസ് നമുക്ക് കിട്ടുന്നുണ്ട്. അവിടെ ഇതുപോലെ കുറേ ബെല്ലും എല്ലാം കാണാനുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് അവിടെ കുറച്ച് നേരം റെസ്റ്റ് ചെയ്യാം, ഇതൊക്കെ കാണാനും പറ്റും. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെയും മേളിലേക്ക് കയറണം. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വർക്കൗട്ട് പോലെ തന്നെ ഉണ്ടായിരുന്നു. ബ്രോഷറിൽ ഭയങ്കര ഭയങ്കര ടയറിംഗ് ആവുന്നൊക്കെ. എങ്ങനെ അവിടെ നിന്ന് ഈ സിറ്റി അന്നും ഇന്നും എങ്ങനെയെന്നും ഈ മാർട്ടിനിറ്റോറിൻ്റെ ഹിസ്റ്ററിയും എല്ലാം ഉൾപ്പെടുത്തിയിട്ട് ഒരു ചെറിയൊരു വീഡിയോ നമുക്ക് അവിടെ കാണിക്കും. ഇവിടെ നിന്നല്ലേ നമ്മൾ കയറിപ്പോയ നേരത്തെ. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, പിന്നെ മേലെ കഷ്ടപ്പെട്ട് കയറിയിട്ട് മേലെ ശരിക്കും കാണാൻ പറ്റും. ഇത്രയും പൊക്കി കെട്ടി വെച്ചിട്ട് അത് കഴിഞ്ഞതാ നമ്മൾ ഇനിയും പുറത്തേക്ക് കാണാൻ പറ്റുന്ന ഒരു സ്ഥലത്തെത്തി. ഇതുവരെയുള്ള സ്ഥലത്തൊന്നും നമുക്ക് വെളിയിലോട്ട് കാണാൻ പറ്റില്ലായിരുന്നു. ഇവിടെ നിന്ന് വെളിയിലോട്ട് നമുക്ക് കാണാൻ പറ്റും. എനിക്ക് എത്തുന്നുണ്ടായിരുന്നില്ല, ഞാനവിടെ ഒരു സ്റ്റെപ്പിൻ്റെ മേലെ കയറി എത്തിയൊക്കെയാണ് നോക്കിയത്. പക്ഷേ വ്യൂ നല്ല അടിപൊളി വ്യൂ ആയിരുന്നു, നല്ല ഭംഗിയുണ്ടായിരുന്നു. ചുറ്റി ഇങ്ങനെ നടന്നിട്ട് കാണാം, ഏതാണ്ട് സിറ്റി മൊത്തം കാണാം. പക്ഷെ നമ്മൾ ടോപ്പിലെത്തിയിട്ടില്ല, ഇനിയും മേളിലേക്ക് പോകണം. എത്തി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷേ കുറച്ച് അങ്ങോട്ട് നടന്നു നോക്കിയാൽ പിന്നെയും മേളിലേക്ക് പോകണം. അവസാനം ഞങ്ങൾ അതിൻ്റെ ടോപ്പിലെത്തി. ഇവിടുന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മൊത്തം സിറ്റിയും കാണാം. ചില ഡേയ്സിലൊക്കെ ജർമ്മനി വരെ കാണാമെന്നാണ് പറയുന്നത്. ഹലോ അമ്മിനി, സ്റ്റെപ്പ് കയറിയ അനുഭവം എങ്ങനെയുണ്ടായിരുന്നു? സ്റ്റെപ്പ് കയറിയാൽ നമ്മുടെ വ്ളോഗർ ഇവിടെ വ്ളോഗിങ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വ്ളോഗർ എന്ത് ചെയ്യാണ്? ഫോണിൽ വെച്ച് മുഖത്തിനെ കവർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാണാൻ പറ്റില്ലെന്നോ? കാണുന്നുണ്ടടാ. ഹലോ, വീട് കാണുന്നുണ്ടോ? ഓ, നമ്മുടെ വീടോ? അത് ഇവിടുന്ന് കാണാൻ പറ്റില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി, വ്യൂ ഒക്കെ എൻജോയ് ചെയ്ത് ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്കും ഒരു അനൗൺസ്മെന്റ് വന്നു. ദ ബെല്ലെല്ലാം കൂടെ ഇപ്പം അടിക്കാൻ പോവാണ്, വേഗം താഴേക്ക് ഇറങ്ങിക്കോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഒരു 30 minutes ടൈം ഉണ്ടായിരുന്നു, അതിനുള്ളിൽ നമ്മൾ താഴേക്ക് ഇറങ്ങണം. ഇല്ലെങ്കിൽ ഈ ബെല്ലെല്ലാം കൂടി അടിക്കും. നമ്മൾ ഏറ്റവും ടോപ്പിലാണുള്ളത്, ചെവി പിന്നെ ഉണ്ടാവോ ഇല്ലയോന്ന് പോലും അറിയില്ല. അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് താഴേക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഇതായിരുന്നു. താഴേക്ക് ഇറങ്ങുന്നതായിരുന്നു ഭയങ്കര ബുദ്ധിമുട്ട്. എന്തായാലും ഇവിടെ കയറിയ ഒരു ഓർമ്മയ്ക്ക് എല്ലാവരും കൂടെ നിന്നിട്ടൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് ഞങ്ങളങ്ങനെ മെല്ലെ താഴേക്ക് ഇറങ്ങാനുള്ള പരിപാടിയായി. എനിക്ക് തോന്നുന്നു ഏതാണ്ട് ഞങ്ങൾ താഴെ എത്തിയപ്പോഴത്തേക്കും ഇവിടെ ബെല്ലടിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിന്റെ മുകളിൽ കയറിയ ഫീലിംഗ് എങ്ങനെ ഉണ്ടായിരുന്നു? അപ്പം ഞങ്ങൾ താഴേക്ക് ഇറങ്ങാൻ തുടങ്ങി. കണ്ടോ, സ്റ്റെപ്സ് കാണുന്നില്ല? ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ല എത്ര പാടായിരിക്കും ഇങ്ങനെ ഇറങ്ങാന്ന്. ഇവിടെ എത്ര റിസ്കി. വരുന്നില്ലേ? പേടിക്കണം, ഒരുപാട് കുത്തിനെ പോകല്ലേ, അതൊന്നും പേടിയാവുന്നു. ഹലോ ഗൈസ്, ഇത് ആണ്, ഭയങ്കരമായ ഇറക്കമാണ്. നിങ്ങൾ ഫോണും കയ്യിൽ പിടിച്ച് വെച്ച് കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നത് സംഭവം നമ്മള് ടയർഡായി. ബാഗ് പിടിക്കട്ടെ.
കാലൊന്ന് തെന്നിയാക്കാൻ വീണ്ടും താഴെ പോയെന്നേ ചിലപ്പോ ഇങ്ങനെ വീണ്ടും പോയിട്ട് തെന്നിയാ എനിക്ക് ആ പേടിയും ഉണ്ട്. എന്നെ കടന്നു പോകത്തില്ല. നമ്മൾ ഇത് ചെയ്യണം തിരിച്ച് കയറി മേലെ നമ്മൾ നേരത്തെ എഫോർട്ട് ഒന്നുമില്ല. മൊത്തത്തിലില്ല. ഐ തിങ്ക് 260 സ്റ്റെപ്സ് ഒരു വിഷയമല്ല. ഇത് ആക്ച്വലി സ്റ്റീപ്പ് സ്റ്റെപ്പ് ആണ് കേട്ടോ. സ്റ്റെപ്പ് തന്നെയാണ്. നമ്മുടെ നാട്ടിലുള്ള ഇതേ 260 സ്റ്റെപ്സ് നമ്മുടെ നാട്ടിൽ കയറിയിട്ടുണ്ടെങ്കിൽ വിഷയം ഉണ്ടാവില്ല എന്ന് പറയാം അല്ലേ? മോർ ഇത്രയും കുത്തനുണ്ടാവില്ലല്ലോ നാട്ടില്. പിന്നെ വേറെ കാര്യമുണ്ട്, ഇത് ഇട്ടിട്ടുണ്ട്. I climbed, I used this. അടിക്കാൻ തുടങ്ങി. ചുമ്മാ വന്നാ മതിയോ? അങ്ങനെ ഞങ്ങൾ താഴെ എത്തി. നല്ല ഹാപ്പി ആയിട്ട് കയറി പോയതായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പോഴത്തേക്കും ഭയങ്കര ടയേർഡായി. ഇനി ഫുഡൊക്കെ കഴിക്കണം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് വീട്ടിലേക്ക് പോയത്. അപ്പം അത്രേ ഉള്ളൂ. ചേട്ടാ.